കോട്ടയം കുറുപ്പന്തറ കടവിൽ ഗൂഗിൾ മാപ്പിൽ നോക്കി യാത്ര ചെയ്തവരുടെ കാർ വെള്ളത്തിൽ വീണത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കില്ല. കാർ വെള്ളത്തിൽ നിന്ന് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവീണ ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രവീണയിലേക്ക് എത്താം. കാർ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. കോട്ടയം കുറുപ്പന്തറയാണ് സംഭവം. ഗൂഗിൾ മാപ്പിൽ നോക്കി യാത്ര ചെയ്തവരുടെ കാർ വെള്ളത്തിൽ വീഴുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കില്ല. കാർ വെള്ളത്തിൽ നിന്ന് കയറ്റാനുള്ള ശ്രമമാണിപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടുകൂടി നടക്കുന്നത്. പ്രവീണ വിശദാംശങ്ങളുമായി. പ്രവീണ, കാർ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറ്റാൻ ശ്രമിക്കുക. സമയോചിതമായ ഇടപെടൽ കൂടി കൊണ്ടാണ് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. വേറെ പരിക്കുകളൊന്നും ഇല്ലാതെ യാത്രക്കാരെ മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോൾ ക്രെയിൻ അടക്കം എത്തിച്ച് വാഹനം വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. വാഹനത്തിൽ കയറ് കെട്ടി ശ്രമിച്ചു, പക്ഷേ കയറ് പൊട്ടുന്ന സ്ഥിതി ആയതുകൊണ്ട് അത് മാറ്റിയ ശേഷം ഇപ്പോൾ ശക്തിയുള്ള ഒരു കെട്ടുപയോഗിച്ചാണ് ഇപ്പോൾ വലിച്ചു കയറ്റുന്നത്. ഏതാണ്ട് കരയിലേക്ക് കയറ്റാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള ഒരു തോടാണ്. മഴ പെയ്ത് നിറഞ്ഞു കിടക്കുകയുമായിരുന്നു. വഴി തെറ്റി ഗൂഗിൾ മാപ്പ് അനുസരിച്ചുള്ള വഴിയിലെ വന്നപ്പോൾ വഴി തെറ്റിയാണ് രാത്രിയിൽ ഇരുട്ടത്തിൽ കാണാതെ ഇവിടേക്ക് വന്ന് വീണത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇപ്പോൾ വണ്ടി വെള്ളത്തിലായിരുന്നു. കുറേയധികം സമയമായി വണ്ടി വെള്ളത്തിലായിട്ട് കയറ്റാൻ ആദ്യഘട്ടത്തിൽ നാട്ടുകാർ അവരുടേതായ രീതിയിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീടാണ് പോലീസ് എത്തി ഈ പറയുന്ന പോലെ ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ടുള്ള വണ്ടി മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുന്നത്. കുറെ നേരം 1 മണിക്കൂറെങ്കിലും വാഹനം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ഹൈദരാബാദ് സ്വദേശികളുടെ വാഹനമാണ്. അവർ ഇന്നലെ മൂന്നാറിലേക്ക് വന്നതാണ്. തിരികെ ആലപ്പുഴയ്ക്ക് പോകാൻ വരുമ്പോഴാണ് വരുമ്പോഴാണ് പ്രശ്നമുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കാറിൽ ഉണ്ടായിരുന്ന 4 പേർക്കും മറ്റ് പരിക്കുകളൊന്നുമില്ല. നമുക്ക് കാണാൻ TS ആണ് രജിസ്ട്രേഷൻ ഉള്ളത്. TS 99E എന്നുള്ള വണ്ടിയാണ്. ഈ 8055 എന്നുള്ള വണ്ടിയാണ് ഇപ്പോൾ തോട്ടിൽ നിന്നും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടി ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റിയത്. വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്കുകളില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത. എന്തായാലും ഒരു വളവ് തിരിഞ്ഞ്, അത്യാവശ്യം വീതിയുള്ള റോഡുമാണ്, ഒരു വളവ് തിരിഞ്ഞ് വരണമായിരുന്നു. ആ റോഡ് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ആരും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. വാഹനം ഉടൻ തന്നെ വർക്ക്ഷോപ്പിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ മാറ്റി ഉടമസ്ഥർ പറയുന്നത് പോലെ ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിക്കുന്നത്. എന്തായാലും നിലവിൽ തോട്ടിൽ അകപ്പെട്ട വണ്ടി മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. കോട്ടയം കുറുപ്പന്തറ കടവിൽ ഗൂഗിൾ മാപ്പിൽ നോക്കി യാത്ര ചെയ്തവരുടെ കാർ വെള്ളത്തിൽ വീണു. വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കില്ല. കാർ വെള്ളത്തിൽ നിന്ന് കയറ്റിയിരിക്കുകയാണ്. പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.